സമയം ഉച്ച കഴിഞ്ഞു. വാട്ടർ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം സ്പീഡായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ലോറിയുടെ പുറം വശം നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതൊന്നും കണ്ടില്ല. വെള്ളമടിച്ച് ചെളിയും മണ്ണും കളയുക മാത്രമേ ചെയ്തോളൂ. പക്ഷെ ടാങ്കിനകത്തോട്ട് വന്നപ്പോൾ നല്ല വൃത്തിയായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. കൂടാതെ കെമിക്കൽ എല്ലാം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഹാൻഡ് ഗ്ലൗസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. നമ്മുടെ രണ്ട് വണ്ടിയും ഫുൾ വാഷ് കഴിഞ്ഞ് ഫുൾ അകത്ത് ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് നാളെ ലോഡ് കയറ്റാൻ കഴിയുള്ളൂ. അടുത്തായിട്ട് തന്നെ ഒരു കുളമുണ്ട്. കൊച്ചുകുട്ടികളെല്ലാം അതിൽ ചാടി കുളിക്കുകയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ഒഴുക്കുള്ള തോട്ടിൽ ചാടി കുളിക്കുന്നത് കണ്ടത്. ചാട്ടവും കുളിയെല്ലാം കണ്ടിട്ട് സ്ഥിരം ഇവർ ഇവിടെ തന്നെയാണ് കുളിക്കുന്നതെന്ന് തോന്നുന്നു. കെമിക്കൽ ഉപയോഗിച്ച് വാഷ് ചെയ്ത ശേഷം വേസ്റ്റ് വെള്ളമെല്ലാം ഒരു ചാല് വഴി ഈ തോട്ടിലോട്ട് തന്നെയാണ് ഒഴുക്കി വിടുന്നത്. അവിടുത്തെ മാത്രമല്ല ഒരുപാട് സൈഡിൽ നിന്ന് വേസ്റ്റുകൾ ഈ തോട്ടിലോട്ട് ഇറങ്ങുന്നുണ്ട്. രാവിലെ പലരും ടോയ്ലറ്റിൽ പോകുന്നതും ഈ തോട്ടിന്റെ വശങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. ഈ തോട്ടിലോട്ട് തന്നെയാണ് അടുത്തുള്ള ഒരു ഹോട്ടലിലെ വേസ്റ്റുകളെല്ലാം ഒഴുക്കി വിടുന്നത്. അതും 2 കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കൊച്ചിലെ മുതൽ പഠിച്ചു വരുന്ന ശീലങ്ങൾ അവർ ഇനി ഒരിക്കലും മാറ്റാനും പോകുന്നില്ല. ഒരുപാട് കുട്ടികൾ ഒറ്റയ്ക്കും കൂട്ടമായിട്ടുമെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ണിൽ കണ്ടു. വളരെ മോശമായ അവസ്ഥയിലാണ് കുട്ടികളെ കാണുന്നത്. ഒരൊറ്റ കുട്ടിയുടെ കാലിൽ പോലും നല്ലൊരു ചെരുപ്പ് കാണാൻ കഴിഞ്ഞില്ല. നല്ല ഡ്രസ്സ് കൊടുത്ത് ഒരു കുട്ടികളെ പോലും കണ്ടില്ല. ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാരോടൊന്നും ഭയങ്കര താല്പര്യമില്ല. ഇപ്പൊ ഇവിടെ പൊതുവെ ഇതിന്റെ വിഷയം പറയാം. ഇവരാരും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലോട്ട് വരാൻ മടിക്കുന്നത് വെച്ചാൽ ബീഫ് അവിടെ എല്ലാവരും കടകളിൽ ബീഫ് ഉണ്ട്, എല്ലാവരും ബീഫ് കഴിക്കുന്നു. ഇപ്പൊ ഇവര് ബീഫ് കഴിക്കത്തില്ല. ഇവരപ്പോ അത് കുക്ക് ചെയ്യുന്നിടത്ത് ഇവർ കഴിക്കത്തില്ല. വന്നു കഴിഞ്ഞാൽ അവർ കടയിൽ കയറി കഴിക്കത്തില്ല. അപ്പൊ അവർക്ക് വലിയ ബുദ്ധിമുട്ടാ. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ആ സ്ഥിതിക്ക് ആരും വരത്തില്ല, ആർക്കും വരാൻ താല്പര്യമില്ല. അച്ഛൻ ഇവിടെ ഇങ്ങനെ വണ്ടി കഴിയാൻ പോയി. നമ്മളെ ചെറിയ നാട്ടുവഴികളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് ഒരു വയലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അയ്യോ തൂറിട്ടേക്കുന്നല്ലേ, നോക്കി നടന്നോ. ഇപ്പൊ എല്ലായിടും ഉണ്ടാവും കേട്ടെ. നമ്മള് പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വന്നതാ ഒരു വയലിന്റെ സൈഡിൽ കൂടെ. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ നോക്കിയപ്പോ ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. സൈഡിൽ ഒരു തോടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്.